ജയചന്ദ്രൻ, കണ്ണൂരിലെ സംഘർഷങ്ങളുടെ ചരിത്രത്തിൽ ഏത് ഘട്ടത്തിലും പി ജയരാജന്റെ പേര് അതിൻ്റെ കൂടെയുണ്ട്. അത് കൊണ്ടും കൊടുത്തുമുള്ള സംഘർഷങ്ങളുടെ ചരിത്രത്തിൽ അദ്ദേഹത്തിന് നഷ്ടവും ഉണ്ടായിട്ടുണ്ട്. അതേസമയം ആ സംഘർഷങ്ങളിൽ അങ്ങോട്ട് കൊടുക്കുന്നതിലും ഭാഗമായിട്ടുള്ള ഒരു പേരാണ് പി ജയരാജൻ്റേത്. അപ്പോൾ അരി ഷുക്കൂർ വധക്കേസിൽ ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്ന CBIയുടെ കണ്ടെത്തൽ, അതിനെതിരെ നൽകിയ വിടുതൽ ഹർജിയാണിപ്പോൾ കോടതി തള്ളിയിരിക്കുന്നത്. അത് പി ജയരാജനും TV രാജേഷിനും ഏറ്റ തിരിച്ചടി മാത്രമായിട്ടാണോ താങ്കൾ കാണുന്നത്, അതോ ഈ പാർട്ടിക്കും ഈ സർക്കാരിനും ഏറ്റ തിരിച്ചടിയായിട്ടാണോ? ഇതിൻ്റെ അകത്ത് തിരിച്ചടിയുടെ യാതൊരു എലമെന്റ് പോലും ഇല്ല സ്മൃതി. വാസ്തവത്തിൽ അതാണ് അതിൻ്റെ അകത്ത് വസ്തുനിഷ്ഠമായി ഈ വിഷയം പരിശോധിക്കുന്ന ആർക്കും പ്രത്യക്ഷത്തിൽ തന്നെ മനസ്സിലാവുന്ന ഒരു ഒറ്റ ഭാഗമേ ഉള്ളൂ. ഇത് എന്താണ് കോടതി പറഞ്ഞത്? കോടതി പറഞ്ഞത് 120B എന്ന് പറഞ്ഞാൽ ഗൂഢാലോചനയാണ്. ഗൂഢാലോചനയെ സംബന്ധിച്ച് വിചാരണ നടക്കട്ടെ, എന്നിട്ട് തീരുമാനിക്കട്ടെ. ഈ ഒരൊറ്റ എലമെന്റ് ആണോ അവിടെ വന്നത്? 118 ഇല്ലല്ലോ ഇപ്പോൾ, അത് മാറ്റിയല്ലോ. ഇപ്പോ 120Bയിലാണ് നിൽക്കുന്നത് കേസ്. അല്ല, അത് വരട്ടെ, അത് പറയാം പറ്റുമോ? താങ്കളുടെ ചോദ്യത്തിലാണല്ലോ ഞാൻ മറുപടി പറയുന്നത്. ഹർജി ആരുടെ ആയിരുന്നു? ഹർജി ഷുക്കൂറിന്റെ ഉമ്മയുടേതായിരുന്നു. അത് ജസ്റ്റിസ് കമാൽ പാഷയുടെ ബെഞ്ചിലാണ് ചെന്നത്. അദ്ദേഹം സുദീർഘമായ ഒരു വിധി എഴുതി. പിന്നീടാണ് അത് സംബന്ധിച്ച് അന്വേഷണം നടക്കുന്നത്. ക്രൈംബ്രാഞ്ചിന്റെ ചാർജ് ഷീറ്റ് ഡിറ്റോ ആക്കി ഇങ്ങോട്ട് എടുക്കുകയാണല്ലോ CBI ചെയ്തത്. അത്തരം കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. അത് നിൽക്കട്ടെ, താങ്കളുടെ ചോദ്യത്തിലേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് പറഞ്ഞല്ലോ, അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. അതാണ് കാര്യം. 120B അട്രാക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് കോടതി നിരീക്ഷിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. അത് സംബന്ധിച്ച് വിചാരണ നടക്കട്ടെ, വിചാരണയിൽ തീരുമാനമാകാമല്ലോ, ഇതാണ് പറയുന്നത്. അതിനെ സംബന്ധിച്ച് പി ജയരാജൻ അപ്പീൽ പോകുന്നുണ്ട്. ഇതാണ് ലളിതമായ കാര്യം. ഇതിനകത്ത് പി ജയരാജനോ CPIM-നോ എതിരായിട്ടുള്ളതോ അനുകൂലമായിട്ടുള്ള ഒരു എലമെന്റായിട്ട് വേണമെങ്കിൽ വ്യാഖ്യാനിച്ച് ചർച്ച നടത്താം എന്നുള്ളതിൽ കവിഞ്ഞ് അതിനകത്ത് CPIM എതിരായിട്ട് യാതൊരു സംഗതിയും ഇല്ല. CBIയിലേക്ക് എങ്ങനെ എത്തി എന്നുള്ളതുകൊണ്ടല്ലോ ശ്രീ എം ജയചന്ദ്രൻ. ഈ ക്രിമിനൽ ഗൂഢാലോചന കുറ്റം ഒഴിവാക്കിയാണ് നേരത്തെ ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചത് അല്ലേ? അതിനുശേഷമാണല്ലോ ഷുക്കൂറിന്റെ അമ്മ കോടതിയിൽ പോവുകയും CBI ഏൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ CBIയുടെ കണ്ടെത്തലും CBI മുന്നോട്ട് വെച്ച വാദങ്ങളും അത് ഇപ്പോൾ ശരിവെക്കുന്നു കോടതി എന്നൊരു തോന്നൽ താങ്കൾക്കില്ല എന്നാണോ? അല്ല, ഞാൻ പറഞ്ഞില്ല, ആ കേസ് കൃത്യമായിട്ട് പഠിക്കുന്ന ഒരാൾക്കും അത്രയൊരു തോന്നൽ ഉണ്ടാവില്ല. അങ്ങനെയാണ് ആ കേസിന്റെ പോക്ക്. അങ്ങനെയാണ് ഇത്. ഈ വെറുതെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ക്രൈംബ്രാഞ്ചിന്റെ കേസിൽ അവർക്ക് വിശ്വാസമില്ല. ശരിയാണ്, അവർക്കത് പോകാനുള്ള അധികാരമില്ലേ? ഷുക്കൂറിന്റെ അമ്മയല്ലേ? ആ ഉമ്മ പോയി. അതാണ് ഞാൻ പറഞ്ഞത്. ജസ്റ്റിസ് കമാൽ പാഷയുടെ ബെഞ്ചിലാണ് ചെന്നത്. അദ്ദേഹത്തിന്റെ വിധി സുദീർഘമായ വിധിയാണ്, വായിക്കേണ്ടതാണത്. അതിൽ എത്രയോ കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ പിന്നീട് ജയരാജനെ അവിടെ കണ്ടു. ഏതാ ഈ സംഭവം നടക്കുന്ന ദിവസം ഹോസ്പിറ്റലിൽ പോയി ജയരാജനെ കണ്ടു എന്ന് പറഞ്ഞ 2 ലീഗ് പ്രവർത്തകരുണ്ടല്ലോ, സാബിറും പിന്നെ മുഹമ്മദും. അവർ 2 പേരുണ്ടല്ലോ. അവസാനം അവരെങ്ങനെയായി? ഞങ്ങളിത് അറിഞ്ഞിട്ടേ ഇല്ല, ഒരു വക്കീൽ തന്നെ ഒപ്പിടിക്കുകയായിരുന്നു ഇതൊക്കെ എന്ന് പറഞ്ഞ് അവർ തന്നെ ഒഴിഞ്ഞു പോയില്ലേ? അതുവരെ ഉണ്ടായി. ക്രൈംബ്രാഞ്ചിന്റെ ചാർജ് ഷീറ്റിന്റെ അകത്ത് നിന്ന് എന്ത് വ്യത്യസ്തതയാണ് CBIയുടെ കണ്ടെത്തലിലുള്ളത് എന്ന് അരിൽ ഷുക്കൂർ എന്നൊരു യുവാവ് കൊല്ലപ്പെട്ടു എന്നൊരു യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ടല്ലോ. CPM നേതാക്കളുടെ കാർ ആക്രമിക്കപ്പെട്ടു, അത് ലീഗ് പ്രവർത്തകർ ആക്രമിച്ചതാണ്, കല്ലെറിഞ്ഞതാണ് എന്നൊരു യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ടല്ലോ. അതിനുശേഷം അരിൽ ഷുക്കൂറിനെ ഓടിപ്പിടിച്ചിട്ട് വിചാരണ നടത്തി കൊലപ്പെടുത്തുകയായിരുന്നു എന്നുള്ളത് നമ്മുടെ മുന്നിലെ യാഥാർത്ഥ്യമാണല്ലോ അല്ലേ? അപ്പോൾ ഇതൊരു രാഷ്ട്രീയ കൊലപാതകം എന്നതിനപ്പുറം ഗുണ്ടാ പ്രവർത്തനമാണ്. അതിൽ ആ ഗുണ്ടാ പ്രവർത്തനത്തിൽ പാർട്ടിക്ക് പങ്കുണ്ടോ എന്നുള്ളതാണ്. ഇതിൽ ഈ നേതാക്കളും ഈ കൃത്യത്തിൽ പങ്കാളികളായവരും ഒരേ സമയത്ത് ഒരേ സ്ഥലത്തുണ്ടായിരുന്നു എന്നതിന്റെ തെളിവുകളടക്കം അന്വേഷണ സംഘത്തിന് കിട്ടിയിട്ടുണ്ട്. അല്ല, എവിടെ കിട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്? എത്രയൊക്കെ കഥകളാണ് പ്രചരിച്ചത്. കോടതിക്ക് മുന്നിൽ എത്തുന്ന കാര്യങ്ങളെ കഥകളെന്നാണോ താങ്കൾ പറയുന്നത്? തീരുമാനമാണ് കോൾ ഡാറ്റ ലൊക്കേഷനും ഒക്കെ ഈ ചാർജ് ഷീറ്റ് ഇല്ലാത്ത കഥകളെന്ന് പറയുന്നത്. അല്ല, കഥകളെന്ന് പറയേണ്ടി വരുന്നത് ചാർജ് ഷീറ്റിലൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പൊ കഥകളെന്ന് പറയണ്ടേ? അതാണ് ഞാൻ പഠിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ. ഇത് മൊബൈൽ ഫോണിന്റെ കാര്യം ഇപ്പോഴും അദ്ദേഹം പറഞ്ഞല്ലോ, ഫോട്ടോകൾ പ്രചരിച്ചത്. എന്താണ് ക്രൈംബ്രാഞ്ചിന്റെയും CBIയുടെയും ചാർജ് ഷീറ്റിൽ ഇതൊന്നും ഇല്ലാത്തത്? ആരെങ്കിലും പ്രത്യേകം ഇടപെട്ട് CBIയോടും ക്രൈംബ്രാഞ്ചിനോടും പറഞ്ഞു നിങ്ങൾ അങ്ങനെ എഴുതി വെക്കരുതെന്ന്? പാർട്ടി കോടതിയുടെ വിധിയാണ് അവിടെ നടപ്പിലാക്കിയതെന്ന് എത്ര ജയചന്ദ്രൻ തെറ്റിദ്ധരിപ്പിക്കരുത്. അല്ല,
പറയൂ. ജയചന്ദ്രൻ തെറ്റിദ്ധരിപ്പിക്കരുത്. പറഞ്ഞോളൂ. ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. CBIയുടെ ഫൈനൽ റിപ്പോർട്ടിൽ ഡോക്യുമെന്റ് നമ്പർ 15, CBIയുടെ ഫൈനൽ റിപ്പോർട്ടിൽ ഡോക്യുമെന്റ് നമ്പർ 15 അതിന് CDR ആണ്. CDR വ്യക്തമായി പറയുന്നുണ്ട്. അതിനുശേഷം അനാലിസിസ് റിപ്പോർട്ടുണ്ട്. CW 52 മനോജ് കുമാറിനെ കൊണ്ട് അത് മാർക്ക് ചെയ്യിച്ചിട്ടുണ്ട്. പിന്നെ എന്തില്ലെന്നാ നിങ്ങൾ പറയുന്നത്? ഇലക്ട്രോണിക് റെക്കോർഡ്സ് എല്ലാം അവിടെയുണ്ട്. CDR ഉണ്ട്, ടവർ ലൊക്കേഷൻസ് ഉണ്ട്, അവർ യാത്ര ചെയ്തതിന്റെ ഡീറ്റെയിൽസ് ഉണ്ട്. ഇത് മുഴുവൻ അതിനകത്ത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ മൊഴി മാറ്റി നിങ്ങൾ ആരോടായി പറയുന്നത്? CBIയുടെ റിപ്പോർട്ടും പിന്നെ പോലീസിന്റെ റിപ്പോർട്ടും ഒക്കെ എടുത്തു വെച്ച് കോടതിയിൽ പറഞ്ഞോരാ ഞങ്ങള്. കണ്ണൂരിലെ കൊലപാതക രാഷ്ട്രീയം നല്ല ശക്തമായി നിലനിന്നിരുന്ന കാലത്ത് കൂടിയാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. അരിയൂൾ ഷുക്കൂറിന് പിന്നാലെ TP വധവും ഉണ്ടായതും നമ്മൾ മറക്കരുത്. റിജിൽ മാക്കുറ്റി ഇപ്പോൾ വന്നിരിക്കുന്ന കോടതി വിധി ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.